പ്രിയപ്പെട്ട കൂട്ടുകാരെ, 10ാം ക്ലാസ്സിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ കൂദാശകളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കൂദാശകളിലൂടെ അങ്ങ് ഒഴുക്കുന്ന കൃപാവരങ്ങൾ നിരന്തരം സ്വീകരിക്കുവാനും സഭയെ പടുത്തുയർത്തുവാനും അങ്ങ് യഥാർത്ഥത്തിൽ ആരാധിക്കുവാനും ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, അമ്മ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? കൂദാശകളെക്കുറിച്ച് തന്നെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 6th ചാപ്റ്ററിൻ്റെ 2 മോഡ്യൂളുകൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. ഇനിയിപ്പോൾ 3rd മോഡ്യൂളാണ് നമുക്ക് കേൾക്കാനുള്ളത്. കഴിഞ്ഞ തവണ എന്താണ് പഠിച്ചത്? കൂദാശകൾ എന്ന് പറയുന്ന കൂദാശകളുടെ നിർവചനത്തെക്കുറിച്ച് പഠിച്ചു. പിന്നെ കൂദാശ എന്ന് പറയുന്ന വാക്കിൻ്റെ ഉത്ഭവം നമ്മൾ പഠിച്ചു. കൂദാശകളിലൂടെ നമുക്ക് കിട്ടുന്ന ഫലം എന്താണെന്ന് പഠിച്ചു. പ്രധാനമായും കൂദാശകൾക്ക് 3 ലക്ഷ്യങ്ങളുണ്ടെന്ന് പഠിച്ചു. ഓർക്കുന്നുണ്ടോ അത്? ഒന്നാമതായിട്ട് നമ്മളെ വിശുദ്ധീകരിക്കുന്നു. രണ്ടാമതായിട്ട് നമുക്ക് സഭയെ പടുത്തുയർത്താനുള്ള ഒരു വഴിയാണ്, അല്ലെങ്കിൽ സഭയെ പടുത്തുയർത്തലാണ് കൂദാശകളിലൂടെ സംഭവിക്കുന്നതെന്ന് പഠിച്ചു. പിന്നെ മൂന്നാമതായിട്ട് ദൈവത്തിന് ആരാധന സമർപ്പിക്കുന്നുവെന്ന് പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 2nd മോഡ്യൂളിൽ പഠിച്ചത്. നമ്മൾ 3rd മോഡ്യൂളിൽ പഠിക്കുന്നത് കൂദാശകളെ 3 ഗണങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തത് പ്രാരംഭ കൂദാശകൾ എന്ന് പറഞ്ഞിട്ട് ഒരു 3 കൂദാശകളുണ്ട്. പ്രാരംഭ കൂദാശകൾ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. പ്രാരംഭ കൂദാശകൾ. പ്രാരംഭ കൂദാശകളിൽ വരുന്നത് 3 കൂദാശകളാണ്. 1 ജ്ഞാനസ്നാനം, 2 സ്ഥൈര്യലേപനം, 3 വിശുദ്ധ കുർബാന. ഈ 3 കൂദാശകളാണ് പ്രാരംഭ കൂദാശകൾ. ആദ്യം നമുക്ക് ജ്ഞാനസ്നാനം എടുക്കാം. ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന ഒരു വ്യക്തി പുതിയൊരു ജനനത്തിലേക്ക് വരികയാണ്. പുതുജന്മമാണ്. പുതിയൊരു മകളായി ജനിക്കുകയാണ് ജ്ഞാനസ്നാനത്തിലൂടെ. അങ്ങനെ ജ്ഞാനസ്നാനത്തിലൂടെ ജനിച്ച ആ മകനും മകളും ശക്തി പ്രാപിക്കുന്നത് സ്ഥൈര്യലേപനത്തിലൂടെയാണ്. ശക്തി പ്രാപിക്കുക, നമുക്ക് ശക്തി നൽകുന്ന കൂദാശയാണ് സ്ഥൈര്യലേപനം, കൺഫർമേഷൻ. മൂന്നാമത്തത്, ഈ ജ്ഞാനസ്നാനത്തിലൂടെ ജനിച്ച മകനും മകളും സ്ഥൈര്യലേപനത്തിലൂടെ ശക്തി സ്വീകരിച്ച് വിശുദ്ധ കുർബാനയിലൂടെ പരിപോഷിപ്പിക്കപ്പെടുന്നു. വിശുദ്ധ കുർബാന അനുദിനം സ്വീകരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഭക്ഷണമാത് പരിപോഷിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഈ 3 കൂദാശകൾ പ്രാരംഭ കൂദാശയാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, പ്രാരംഭ കൂദാശകൾ 3 എണ്ണമാണ്. ജ്ഞാനസ്നാനം, സ്ഥൈര്യലേപനം, വിശുദ്ധ കുർബാന. എത്ര കൂദാശയാണ്? 3 എണ്ണം. ഈ 3 കൂദാശകൾക്കും തൃത്വവുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ട്. തൃത്വമായിട്ട് ബന്ധമുണ്ട്. തൃത്വം 3 ആണല്ലോ, പ്രാരംഭ കൂദാശകളും 3 ആണ്. അപ്പോൾ പ്രാരംഭ കൂദാശകൾ ഒന്നാമത്തെ ജ്ഞാനസ്നാനമാണെന്ന് പറഞ്ഞു. ജ്ഞാനസ്നാനത്തിലൂടെ ഒരു വ്യക്തി പുതുജന്മം പ്രാപിക്കുകയാണ്. പിതാവായ ദൈവത്തിൻ്റെ മകനായി പുതുജന്മം പ്രാപിക്കുന്നു. അപ്പോൾ പിതാവായ ദൈവം ജ്ഞാനസ്നാനത്തിൽ വരുന്നു. രണ്ടാമത് സ്ഥൈര്യലേപനത്തിലൂടെ ആ വ്യക്തി ശക്തി പ്രാപിക്കുന്നു. പരിശുദ്ധാത്മാവാണ് ശക്തി നൽകുന്നത്. അപ്പോൾ ത്രിത്വൈക ദൈവത്തിലെ 3ാമത്തെ ആളായ പരിശുദ്ധാത്മാവ് വന്നു. ഇനി വിശുദ്ധ കുർബാനയിലൂടെ പരിപോഷിപ്പിക്കപ്പെടുന്നു. വിശുദ്ധ കുർബാനയിലൂടെ ഈശോയുടെ രക്ഷാകരമായ കൃപയിലേക്ക് വരുന്നു. അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ 3 ത്രിത്വൈക ദൈവത്തിൻ്റെ 3 പേരും ഈ 3 കൂദാശകളിൽ വന്നു ചേരുന്നു. ഇതാണ് പ്രാരംഭ കൂദാശകൾ. മക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കാൻ. മനസ്സിലായല്ലോ? പ്രാരംഭ കൂദാശ ക്ലിയർ? ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്തതിലേക്ക് പോകാം. സൗഖ്യദായക കൂദാശകളാണ് അടുത്ത ഗണം. സൗഖ്യദായക കൂദാശകൾ.
ഈ സൗഖ്യദായക കൂദാശകൾ എന്തൊക്കെയാണ്? 2 കൂദാശകളാണ്: കുമ്പസാരം, രോഗീലേപനം. ശ്രദ്ധിച്ചേ, സൗഖ്യദായക കൂദാശകൾ, കുമ്പസാരം, രോഗീലേപനം. ഈ രോഗീലേപനത്തെയും കുമ്പസാരത്തെയും എന്തെന്നാണ് വിളിക്കുന്നത്? സൗഖ്യദായക കൂദാശകൾ. എന്താണ് അങ്ങനെ വിളിക്കാൻ കാരണം? നമ്മൾ ഏതെങ്കിലും വിധത്തിൽ ശാരീരികമായ രോഗത്തിലായാൽ നമുക്ക് സൗഖ്യം നൽകാൻ രോഗീലേപനം. നിരന്തരമായ നമ്മളുടെ ജീവിതയാത്രയിൽ പാപം ചെയ്ത് ആത്മാവ് അസുഖത്തിലായാൽ ആത്മീയ സൗഖ്യം നൽകാൻ കുമ്പസാരം. ഇതാണ് സൗഖ്യദായക കൂദാശകളെന്ന് ഇതിനെ രണ്ടിനെയും വിളിക്കാനായിട്ടുള്ള കാരണം. ഒരു വ്യക്തി പാപം ചെയ്തു കഴിഞ്ഞാൽ, ഒരാൾ പാപം ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ ആത്മാവ് രോഗാവസ്ഥയിലാകുകയാണ്. അയാളുടെ കൃപാവരം നഷ്ടപ്പെട്ടു പോകും. ആ കൃപാവരം നമുക്ക് തിരിച്ചു നൽകാൻ ഈശോ നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും സൗന്ദര്യമുള്ള കൂദാശയാണ് കുമ്പസാരം. പാപം ചെയ്യുന്ന ആൾ രോഗാവസ്ഥയിലാകുന്നു ആത്മീയമായിട്ട്, അയാൾ ഓടിപ്പോയി കുമ്പസാരിച്ചാൽ ആ നിമിഷം അയാൾ സൗഖ്യം പ്രാപിക്കുന്നു. ഇതാണ് സൗഖ്യദായക കൂദാശകളെന്ന് ഇതിനെ വിളിക്കുന്നത്. എനിക്ക് എൻ്റെ മക്കളോട് പറയാനുള്ളത്, കുമ്പസാരം കൂടെ സ്വീകരിക്കണം കേട്ടോ. കുമ്പസാരം, അതായത് ആത്മാവ് എപ്പോഴും ഫിറ്റായിട്ടിരിക്കാൻ, നമുക്ക് ഫിറ്റായിട്ടിരിക്കാനുള്ള ആഗ്രഹം. 10ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ നല്ല ബോഡി അല്ലേ, നല്ല ഗ്ലാമറായിട്ടിരിക്കാനാണ് നമുക്ക് ആഗ്രഹം. അങ്ങനെ തന്നെ വേണം. ശരീരത്തിന് നല്ല ആരോഗ്യം വേണം. പക്ഷേ ഓർത്തിരിക്കേണ്ടത്, ശരീരത്തിൻ്റെ ആരോഗ്യത്തെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ആത്മാവിൻ്റെ ആരോഗ്യം. അതുകൊണ്ട് എപ്പോഴും കുമ്പസാരിച്ചോളണം. എപ്പോഴാണോ ഒരു പാപം ചെയ്യുന്നത് അപ്പം തന്നെ പോയി കുമ്പസാരിച്ചോളണം. അപ്പോൾ നമുക്ക് സൗഖ്യം കിട്ടുന്നു, ശക്തി കിട്ടുന്നു. കാരണം ഇത് മൺപാത്രത്തിലാണ് ഈ കൃപാവരങ്ങൾ കിട്ടുന്നതേ. അപ്പോൾ എപ്പോഴെങ്കിലും താഴെ വീണ് ഉടഞ്ഞാൽ അതിനെ പുതുക്കി പണിയുന്നതാണ് കുമ്പസാരം. അപ്പോൾ നമ്മൾ 2ാമത്തെ ഗണവും പഠിച്ചു. ഇനി 3ാമത്തത് കൂട്ടായ്മയുടെ ശുശ്രൂഷയ്ക്കുള്ള കൂദാശകൾ എന്ന് പറഞ്ഞിട്ടാണ് 3ാമത്തെ ഗണം. അതേതൊക്കെയാണ്? ഇപ്പം നമ്മൾ 5 കൂദാശകൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 2 കൂടിയുണ്ട്. ഏതൊക്കെയാണ് 2? ഒന്നോർത്തെ, ആദ്യത്തെ ഗണത്തിൽ ജ്ഞാനസ്നാനവും സ്ഥൈര്യലേപനവും വിശുദ്ധ കുർബാനയും പറഞ്ഞു. 2ാമത്തെ ഗണത്തിൽ കുമ്പസാരവും രോഗീലേപനവും പറഞ്ഞു. ഇനി 2 എന്തായിരിക്കും? യെസ്, തിരുപ്പട്ടവും വിവാഹവുമാണ് കൂട്ടായ്മയുടെ ശുശ്രൂഷയ്ക്കുള്ള കൂദാശ. വ്യക്തിപരമായിട്ട് കൃപകൾ ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കൂദാശ ഈശോ നൽകുന്നത്. ഉദാഹരണത്തിന് തിരുപ്പട്ടം എടുക്കാം. തിരുപ്പട്ടം ക്രിസ്തുവിൻ്റെ നാമത്തിൽ വചനവും കൃപയും കൊണ്ട് സഭയെ നയിക്കുന്നതിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഒരു കൂദാശയാണ്. തിരുപ്പട്ടം സ്വീകരിക്കുന്ന ഒരു അച്ഛൻ, ഒരു വൈദികൻ, വചനവും കൃപയും കൊണ്ട് സഭയെ നയിക്കാനുള്ള ഒരു അഭിഷേകത്തിലേക്ക് വരികയാണ് ആ കൂദാശയിലൂടെ. മക്കളോട് ഞാനൊരു സംഭവം, ഒരു അച്ഛൻ്റെ കാര്യം ഓർക്കുകയാണ് കേട്ടോ. ഞാൻ വേഗത്തിൽ പറയാം. എനിക്ക് പരിചയമുള്ളൊരു അച്ഛൻ, അദ്ദേഹം സെമിനാരിൽ പഠിക്കുന്ന സമയം തൊട്ട് എനിക്ക് പരിചയമുണ്ട്. കൊച്ചച്ഛനാണ്. സെമിനാരിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു വലിയൊരു സങ്കടം ഉണ്ടായിരുന്നു. മക്കളെ, സങ്കടം ഇതായിരുന്നു, അദ്ദേഹത്തിന് വിക്കുണ്ട്. സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ആളുകളുടെ മുമ്പിൽ ഒരു കാര്യം വായിക്കേണ്ടി വന്നാൽ, ഒരു പ്രാർത്ഥന ലീഡ് ചെയ്യേണ്ടി വന്നാൽ പെട്ടെന്ന് വിക്ക് വന്ന് വല്ലാതെ ആൾ വേർക്കും. എന്നാൽ തീവ്രമായ ആഗ്രഹമാണ് എനിക്ക് അച്ഛനാവണം. നോക്കിയേ, ഒരച്ഛന് വിക്കുണ്ടെങ്കിൽ എത്ര വിഷമമായിരിക്കും. കുർബാനയുള്ളണ്ടേ, പ്രസംഗിക്കണ്ടേ. പക്ഷെ വിശ്വാസത്താൽ സെമിനാരിൽ ചേർന്ന് പഠിക്കുകയാണ്. ഓരോ തവണ വിളിക്കുമ്പോഴും കാണുമ്പോഴും വെക്കേഷന് വരുമ്പോഴും എല്ലാം എൻ്റെ അടുത്ത് പറയും, പ്രാർത്ഥിക്കണം, എനിക്ക് ഭയങ്കരമായ വിഷമമുണ്ട്, വിക്ക് വന്നാൽ ഞാൻ വേർക്കും. പ്രിയപ്പെട്ട മക്കളെ, വളരെ വളരെ ആത്മാർത്ഥമായും ഏറ്റവും സ്നേഹത്തോടും കൂടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ബ്രദർ തിരുപ്പട്ടം സ്വീകരിച്ച് ആദ്യ കുർബാന ചെല്ലുമ്പോൾ ഒരു വാക്ക് പോലും തെറ്റിപ്പോയില്ലെന്നുള്ളതാണ്. അതാണ് കൂദാശയിലൂടെ കിട്ടുന്ന അഭിഷേകം. ഇന്ന് ഒരു മിഷൻ പ്രദേശത്ത് ശുശ്രൂഷ ചെയ്യുകയാണ് അച്ഛൻ. വേറൊരു രാജ്യത്ത് വേറൊരു ഭാഷയിൽ സംസാരിക്കുകയും വേറൊരു ഭാഷയിൽ കുർബാനയിലെയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു അച്ഛനായിട്ട് മാറി ഈ കൊച്ചച്ഛൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണ് വചനവും കൃപയും കൊണ്ട് സഭയെ മേയ്ക്കാനായിട്ട് കൊടുക്കുന്ന അഭിഷേകം. ഇനി വിവാഹം എന്ന് പറയുന്ന കൂദാശ ദാമ്പത്യത്തിൻ്റെ കടമകൾ നിർവഹിക്കാനും അതിൻ്റെ മഹത്വം കാത്തുസൂക്ഷിക്കാനും ശക്തി കൊടുക്കുന്ന കൂദാശയാണ് വിവാഹം. മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു 19, 20, 21 വയസ്സൊക്കെ ഉള്ള
സാധാരണക്കാരായ പെൺകുഞ്ഞുങ്ങൾ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ഒരു പ്രത്യേക പക്വതയിലേക്ക് വരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നത്, വളരെ കുഞ്ഞുനാളോട്ട് അറിയാവുന്ന ഒരു പെൺകുട്ടി, അവൾ കല്യാണം കഴിച്ചു കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ വഴിയിൽ വെച്ച് ഞാൻ അവളെ കണ്ടു. അന്നേരം അവൾ പറഞ്ഞു, സാറേ, എൻ്റെ ഭർത്താവ് നന്നായിട്ട് കുടിക്കും, എന്നാൽ എനിക്കറിയാം ഈശോ എനിക്ക് തന്ന ജീവിത പങ്കാളിയാണ്, എന്തെല്ലാം കുറവുണ്ടെങ്കിലും അദ്ദേഹത്തെ ഞാൻ സ്നേഹിക്കണം. പ്രിയപ്പെട്ട മക്കളെ, എനിക്ക് അത്ഭുതം തോന്നി. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ പറയില്ലേ, ഒരു പൊട്ടിപ്പെണ്ണെന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു കുട്ടിയായിരുന്നു. പക്ഷേ വിവാഹമെന്ന് പറയുന്ന കൂദാശയുടെ കൃപ ആ കുഞ്ഞിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് പക്വതയുണ്ടായിരിക്കുന്നു, ദാമ്പത്യത്തിൻ്റെ കടമകൾ നിർവഹിക്കാൻ അവൾക്ക് ശക്തി കിട്ടിയിരിക്കുന്നു, ഭർത്താവിന് കുറവുണ്ടെങ്കിലും ഞാൻ ഉപേക്ഷിച്ച് പോകേണ്ടതല്ലെന്നുള്ള ബോധ്യം വന്നിരിക്കുന്നു. ഇതാണ് കൂദാശയുടെ ശക്തി. നമ്മൾ 7 കൂദാശകളും പറഞ്ഞു കഴിഞ്ഞു. കൂദാശകളെ 3 ഗണമായിട്ട് തിരിച്ചതാണ് നമ്മൾ പഠിച്ചത്. കൃത്യമായിട്ട് ഓർമ്മിക്കാനായിട്ട് ഒരിക്കൽ കൂടി പറയുന്നു. 1ാമത്തെ ഗണം പ്രാരംഭ കൂദാശകൾ, 2ാമത്തെ ഗണം സൗഖ്യദായകമായ കൂദാശകൾ, 3ാമത്തത് കൂട്ടായ്മയുടെ ശുശ്രൂഷയ്ക്കുള്ള കൂദാശകൾ. 7 കൂദാശകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മനസ്സിലായല്ലോ? ഓക്കെ, വെരി ഗുഡ്. ഇനി കൗദാശികമായ ഒരു ജീവിതം, സാക്രമെൻ്റൽ ലൈഫ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. നമുക്ക് ഈ 7 കൂദാശ ഈശോ തന്നിട്ടുണ്ട്. നമ്മളിത് സ്വീകരിക്കുന്നില്ലെങ്കിൽ ഭയങ്കരമായ സങ്കടമായിരിക്കും ഈശോയ്ക്ക് വരാൻ പോകുന്നത്. അപ്പോൾ കൂദാശകളിലൂടെ ദൈവം നമുക്ക് തരുന്ന വരപ്രസാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കണം. കൂദാശ സ്വീകരിക്കുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി വർദ്ധിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നിയൊരു കാര്യം, അമ്മത്രേസ്യയുടെ പുസ്തകമാണ്. അമ്മത്രേസ്യ പറയുകയാണ്, അമ്മത്രേസ്യ എന്ന് പറഞ്ഞാൽ വിശുദ്ധയെ മക്കൾക്ക് അറിയാൻ പറ്റുമല്ലേ, സഭയുടെ വേദപാരംഗതയാണ്. അമ്മത്രേസ്യയുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കും. ഇങ്ങനെ ജീവിച്ച് വിശുദ്ധരുണ്ടോ നമ്മൾ വിചാരിക്കും. ആ വിശുദ്ധ പറയുകയാണ്, ഇനി ഇതിനേക്കാൾ ശക്തരായ വിശുദ്ധന്മാർ വരാനിരിക്കുന്നേ ഉള്ളൂ എന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഇതിനേക്കാൾ ശക്തരായ വിശുദ്ധന്മാർ വരാനിരിക്കുന്നേ ഉള്ളൂ. അതായത് നിങ്ങളിലുണ്ട് വിശുദ്ധർ. നിങ്ങൾ ഓരോരുത്തരും വിശുദ്ധരാണ്. അമ്മത്രേസ്യയെക്കാളും ഫ്രാൻസിസിയെക്കാളും ഡോൺ ബോസ്കോയെക്കാളും ഡൊമിനിക് സാവിയോയെക്കാളും ശക്തരായ വിശുദ്ധന്മാരാണ് ഇപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ഉദാഹരണം ഉണ്ടല്ലോ, നമ്മുടെ കാർലോ അക്വിറ്റസ്, സൈബർ സെയിൻറ്റ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു വിശുദ്ധൻ വന്നത് അറിഞ്ഞോ മക്കൾ? വായിക്കണം കേട്ടോ, കാർലോ അക്വിറ്റസ് വായിക്കണം. എന്താ കാർലോ അക്വിറ്റസിൻ്റെ പ്രത്യേകത എന്താണ്? 15ാമത്തെ വയസ്സിൽ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചുപോയ വിശുദ്ധൻ ഇന്ന് അൾത്താരയിൽ വണങ്ങുന്നു ആ വിശുദ്ധനെ. എന്തായിരുന്നു ഈ വിശുദ്ധൻ്റെ പ്രത്യേകത? ഈ വിശുദ്ധൻ ദിവ്യകാരുണ്യത്തിൻ്റെ പ്രചാരകനായിരുന്നു. നിങ്ങൾക്കറിയാം, ഈ കാലഘട്ടത്തിൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ഒരു വലിയൊരു കളക്ഷൻ എടുത്തിട്ട് അത് ലോകം മുഴുവൻ എത്തിക്കാൻ ഒരു വെബ്സൈറ്റ് നിർമ്മിച്ചു. ഇൻ്റർനെറ്റിലൂടെ ദിവ്യകാരുണ്യത്തെ പ്രഘോഷിച്ച വിശുദ്ധനാണ്. ഇതാണ് കൂദാശയിലൂടെ കിട്ടുന്ന ദൈവവരപ്രസാദം. നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ കാണിക്കണം, ജീവിതം ക്രമീകരിക്കണം. അപ്പോൾ നമ്മളിൽ നിന്ന് വിശുദ്ധരുണ്ടാകും. ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും പറയാനുള്ളത്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 7 സന്ദർഭങ്ങളുണ്ട്, 7 കാര്യങ്ങളുണ്ട്. അത് 7ഉമാണ് ഈ കൂദാശകളിൽ ചേർത്ത് വെച്ചിരിക്കുന്നത്. ഞാനതൊന്ന് വേഗത്തിൽ പറയാം. മനുഷ്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ. 1ാമത്, മനുഷ്യൻ ജനിക്കണം. ജനിക്കുമ്പോൾ ജനനവുമായി ബന്ധപ്പെട്ടാണ് ജ്ഞാനസ്നാനം. പക്വത പ്രാപിക്കണം, അതാണ് സ്ഥൈര്യലേപനം. ഇനി ഈ ആൾക്ക് പോഷണം വേണം, ഭക്ഷണവും അറിവും വേണം, അതാണ് ദിവ്യകാരുണ്യം. എന്തെങ്കിലും അസുഖം വന്നാൽ ചികിത്സിക്കണം, അതാണ് കുമ്പസാരം. വിശ്രമം വേണം ആൾക്ക്, അതാണ് രോഗീലേപനം. ഇനി ചുമതലകൾ, ജോലി, ഉത്തരവാദിത്വം ഇതെല്ലാം നന്നായിട്ട് ചെയ്യാനുള്ള കൃപ വേണം, അതാണ് തിരുപ്പട്ടവും വിവാഹവും. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ 7 കൂദാശകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. കൂദാശകളെ 3 ഗണങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. ഈ കൂദാശകൾക്കനുസരിച്ചുള്ളൊരു ജീവിതം നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ വിശുദ്ധരായിത്തീരുന്നു.
ഉണ്ടായതിനേക്കാൾ വലിയ വിശുദ്ധന്മാരാണ് ഉണ്ടാകാൻ പോകുന്നത് നമ്മളിൽ നിന്നും. ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട 7 മേഖലകൾ ഈ 7 കൂദാശകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത്രയുമാണ് പഠിച്ചത്. നമ്മുടെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുന്നു. ഒരു കാര്യം കൂടി ഹോംവർക്കിനായിട്ട് തരികയാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. കൂദാശ, അടയാളങ്ങൾ, കാർമ്മികൻ, അനുഷ്ഠാനകർമ്മം, ഫലങ്ങൾ, ഇങ്ങനെ ഓരോരോ കോളങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. 7 കൂദാശകളും കൊടുത്തിട്ട് അതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ കാർമ്മികൻ ആരാണ്, അനുഷ്ഠാന കർമ്മം എന്താണ്, ഫലങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ ഒരു ചാർട്ട്, ഒരു പട്ടികയുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ഹോംവർക്ക് ഇത്രയേ ഉള്ളൂ. ഇന്ന് തൊട്ട് അടുത്ത ഞായറാഴ്ച വരെ 7 ദിവസമാണ്. അപ്പോൾ ഇന്ന് ഒരു കൂദാശയുടെ പട്ടിക നോക്കുക. കൂദാശയുടെ കാർമ്മികൻ ആരാണ്, കൂദാശയുടെ അടയാളം എന്താണ്, കൂദാശയുടെ ഫലം എന്താണ്, അതെല്ലാം ഒറ്റ കൂദാശ മാത്രം ഒരു ദിവസം നോക്കിയാൽ മതി. അങ്ങനെ 7 ദിവസം നോക്കണം. ഒരു കാര്യം ചെയ്യേണ്ടത്, ഇന്നിപ്പോൾ നോക്കുന്ന കൂദാശകൾ, കൂദാശയുടെ അടയാളം, കാർമ്മികൻ, അനുഷ്ഠാനകർമ്മം എല്ലാം നന്നായിട്ട് നോക്കി പഠിക്കണം. എന്നിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് അത് ഫോട്ടോ എടുത്ത് എല്ലാ ദിവസവും നിങ്ങളുടെ കാറ്റഗിസം ടീച്ചർക്ക് ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം. ഇതാണ് ഹോംവർക്ക്. നമ്മുടെ ക്ലാസ് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. കണ്ണുകൾ അടയ്ക്കാം. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ 7 കൂദാശകളുടെയും കൃപാവരങ്ങൾ മനസ്സിലാക്കി അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ഈ കൃപാവരങ്ങളെ സ്വീകരിച്ച് വിശുദ്ധിയോടെ ജീവിതത്തെ ക്രമപ്പെടുത്തി സ്വർഗത്തിലെത്തിച്ചേരാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. അമ്മയുടെ നീലക്കാപ്പയിൽ ഞങ്ങളെല്ലാവരെയും പൊതിയണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. താങ്ക് യു.